ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളൊരു സ്മൂത്തി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വാട്ടർമെലനും അതുപോലെ പഴമാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഡയറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ ചിയാ സീഡും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ, എനിക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഗ്ലാസ് പാലും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ മിക്സി ജാറിലേക്ക് ഇത് കുറച്ച് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ പാലും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു അമ്മൂസിനെ ഇതുവരെ ജ്യൂസർ പൊട്ടിച്ചതും നമ്മൾ ഉദ്ഘാടനം ചെയ്തതൊന്നും കാണിച്ചു കൊടുത്തില്ല എന്ന്. അപ്പോൾ അമ്മൂസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ സ്മൂത്തി ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ വാട്ടർമെലനൊക്കെ നല്ലതാണ്. അതുപോലെ ഞാൻ കുറേ ഹെൽത്തി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കേട്ടായിരുന്നു. നമ്മുടെ വാട്ടർമെലൻ്റെ സീഡ്സ് ഒന്നും നമ്മൾ കളയരുതെന്ന്. നമ്മൾ സാധാരണ വാട്ടർമെലൻ കഴിക്കുമ്പോഴൊക്കെ നമ്മൾ അതിൻ്റെ സീഡ് കുരു കളഞ്ഞിട്ടാണ് നമ്മൾ തിന്നാറ്. പക്ഷേ കുരു നല്ല ഹെൽത്തി ആയിട്ട് അതിനെന്തോ ന്യൂട്രിയൻസ് തന്നെ ഉണ്ടെന്നൊക്കെ ഞാൻ ഇന്നാണെന്തോ ന്യൂസ് കേട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വാട്ടർമെലൻ കഴിക്കുമ്പോൾ ആ കുരുവും കൂടി കഴിക്കുക. ഒരു ഹെൽത്തിയുടെ ഒരു കാര്യം കൂടെ ആയില്ലേ ഇതിനകത്ത് പറയണേ. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് പാലും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ എപ്പോഴും എടുക്കുന്ന നമ്മുടെ ചരുവത്തിലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് അടിച്ചു കൊടുക്കണം. അങ്ങനെ എല്ലാം നമ്മൾ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കാനുള്ള ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനകത്തായിട്ട് നേരെ ഐസ് ക്യൂബ് എടുത്തിട്ടേക്കാണ്. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്ത് കുടിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ രാത്രിയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അടിപൊളിയാണ് കേട്ടോ ഗൈസ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.